നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേര് തന്നെ മറന്നിട്ടുണ്ടാവില്ല. അത് പിണറായി സർക്കാർ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയും അതിനേതാണ്ട് 48 കോടിയോളം രൂപ വാടകയായി ഇനത്തിൽ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ വാർത്തകളിൽ തന്നെ വലിയൊരു കള്ളത്തരം മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. കാരണം അത് പിണറായി വിജയന് വേണ്ടി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് എന്നുള്ള മട്ടിലുള്ള പ്രചരണമാണ് നടത്തിയത്. ആ പ്രചരണങ്ങളിൽ നിരവധി ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ പോലും വീണുപോയിരുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ വീണ്ടും വി ഡി സതീശൻ്റെ കാലത്തു കൂടി വലിയ വിവാദമായി മാറിയിരിക്കുന്നു. പക്ഷേ ആ വിവാദത്തെ മറച്ചു വെക്കാനാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളുടെ ശ്രമത്തിന് നമുക്കത് വിട്ടുകൊടുക്കാൻ വയ്യ. കാരണം ഇത് കൃത്യമായി ചർച്ച ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ 10 കൊല്ലത്തേക്ക് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അത് പോലീസിന് വേണ്ടി എടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ്. പക്ഷെ അത് പോലീസിന് വേണ്ടിയാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ മനസ്സിലായത് വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം ആ ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തില്ല, പകരം അത് പോലീസിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് നമ്മൾ കണ്ടു. നേരത്തെ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹെലികോപ്റ്റർ എന്നുള്ള നിലക്കാണ് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ സതീശൻ വന്നപ്പോഴേക്കും അത് മാറി. അത് പല വാർത്തകളിലും നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ക്ലിഫ് ഹൗസ് പണിയുമ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ അത് അറ്റകുറ്റപ്പണിയല്ല മോടി പിടിപ്പിക്കലാവുകയും അതേസമയം വി ഡി സതീശൻ്റെ കാലത്താവുമ്പോൾ അത് 89 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകളുണ്ട്. ആ മാധ്യമങ്ങൾ മറച്ചുവെച്ച ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഒരു ദിവസം മുമ്പ്, നമ്മുടെ മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മാൽദീവ്സിലേക്കും കൊച്ചിയിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും ഇൻഡിഗോയുടെയും ഒക്കെ വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മോശമായതുകൊണ്ട്. ആ സമയത്ത് നിങ്ങൾ അറിയേണ്ടത് തിരുവനന്തപുരത്തുള്ള കവടിയാർ ഗോൾഫ് കോഴ്സിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങി. അത് മറ്റാരെയും കൊണ്ടല്ല ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങിയത്. ആ ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങിയത് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനെയും കൊണ്ടാണ്. ആ വി ഡി സതീശനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹം എറണാകുളത്തേക്കെത്തി. എറണാകുളത്ത് ആലുവയിലെ കാരോത്തുകുഴി ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ അദ്ദേഹം ലക്ഷ്യമിട്ടത് ആരെങ്കിലും അപകടത്തിൽപ്പെട്ട ആളുകളെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനോ ക്യാമ്പുകളിലേക്കൊന്നും ആയിരുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്ര ചെയ്തെത്തിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവായിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായിട്ടുള്ള വേലായുധൻ കുട്ടി അവിടെ ആലുവ കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ രാവിലെ അസുഖം ബാധിച്ച് ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹം അവിടെ എത്തിയത്. പക്ഷേ കാലാവസ്ഥ ചതിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതിനുശേഷം വീണ്ടും അവർ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോയതിന് ശേഷം അദ്ദേഹം എയർപോർട്ടിൽ തന്നെ സമയം ചെലവഴിച്ചു. ആ സമയം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും 2:15 തിരിച്ച് വീണ്ടും കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ നിന്ന് വലിയൊരു വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇറങ്ങിയതിന് ശേഷം കാരോത്തുകുഴി ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ വളരെ സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ നിങ്ങളാരും മറന്നു പോകരുത്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി ഞാനൊന്ന് വായിക്കാം. ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് 2019 വി ടി ബൽറാമിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനിശിതമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ എടുത്തതിനെ കടന്നാക്രമിക്കുകയും അത് ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും കാര്യമാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ വി ടി ബൽറാം ചെറിയൊരാളല്ലേ, നമുക്ക് വിടാം, ഒരു MLA മാത്രമല്ല, നമുക്ക് വിടാം. പക്ഷേ 31-ാം തീയതി ഓഗസ്റ്റ് 2023 വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വി ഡി സതീശൻ തന്നെ ഇട്ടിരുന്നു. ആ വി ഡി സതീശൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ ധൂർത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ എടുത്ത് വാർത്തയാക്കുകയും രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്നും മറന്നു പോകരുത്. ആ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുള്ള അതേ വി ഡി സതീശൻ, സാക്ഷാൽ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ യൂട്ടേൺ എടുക്കുകയും ആ ഹെലികോപ്റ്ററിൽ സ്വന്തം കാര്യത്തിന്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിവരയിട്ട് കേൾക്കണം, സ്വന്തം കാര്യത്തിന് സ്വന്തം അമ്മായി അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് അദ്ദേഹം കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് ഇത് കുടുംബസ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഹെലികോപ്റ്റർ ഉയർത്തി കാണിക്കുന്നത്. അത് കെ മുരളീധരൻ തന്നെ പറയുന്നത് കാലം മാറി, അതുകൊണ്ട് ഇപ്പോൾ കാറ് മാറ്റി ഹെലികോപ്റ്റർ വരുമെന്നാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും പ്രതീകമായി മാറ്റിയ ഹെലികോപ്റ്റർ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും
പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ഓർക്കണം. കൂടാതെ 6 പേരുടെ ജീവൻ രക്ഷിച്ച അവയവ മാറ്റങ്ങൾക്ക് വേണ്ടിയടക്കം നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട ഒരു ഹെലികോപ്റ്ററിനെയാണ് അവർ ഇത്തരത്തിൽ അടപടലം അധിക്ഷേപിച്ചുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തിയത്. എങ്ങനെയാണ് മാധ്യമങ്ങൾ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിലൂടെ മനസ്സിലാക്കണം. മുണ്ടക്കൈ ചൂരൽമലയിലും അതുപോലെ അവയവദാനങ്ങളിലുമൊക്കെ ഈ ഹെലികോപ്റ്റർ വഹിച്ച പങ്കെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ദാമോദര മേനോൻ മകൻ സതീശനോടും അതുപോലെ മുണ്ടയിൽ കോരൻ്റെ മകൻ വിജയനോടുമുള്ള മാധ്യമങ്ങളുടെ ഇരട്ട സമീപനം എന്തായിരിക്കും എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണിത്. ഇനി ഇത് നിങ്ങളിൽ പലരും അറിയാതെ പോയിട്ടുണ്ടാവും. അറിയാതെ പോയതിൻ്റെ കാരണം ഒരു മാധ്യമത്തിൽ പോലും, ഒരു പത്രത്തിൽ പോലും ഇത് ഫ്രണ്ട് പേജ് ന്യൂസായി വന്നില്ല. മാതൃഭൂമി ന്യൂസ് കൊടുത്തത് തൃശ്ശൂർ എഡീഷനിൽ ഒരൊറ്റ കോളം ന്യൂസ് ആണെങ്കിൽ മനോരമയിലും ഇതുപോലെ തന്നെ ചെറിയൊരു കോളം ന്യൂസ് കൊടുക്കുകയും മറ്റ് ചില മാധ്യമങ്ങളൊക്കെ വെബ്സൈറ്റുകളിൽ തന്നെ ഒരു ന്യൂസായി വരികയും ഒക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും മറ്റൊരു ചെറിയ വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മെട്രോ വാർത്തയിൽ വി ഡി സതീശൻ്റെ തുലാഭാരം ആലുവ കപ്രശ്ശേരി ശ്രീചരിക്കണ സ്വയംപുരു ക്ഷേത്രത്തിൽ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതൊന്നും മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വാർത്തയാക്കുന്നില്ല. മാൽദീവ്സിലും കൊച്ചിയിലും എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ഒക്കെ വിമാനങ്ങൾ വഴിതിരിച്ചിടുമ്പോൾ പോലും എന്തിനാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറന്നിറങ്ങാനുള്ള ഒരു സാഹസം മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതൊക്കെ ആകാം. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ എത്തണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള സമയമെടുക്കും. മുഖ്യമന്ത്രിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ വിലപ്പെട്ടതാകുമ്പോൾ മുഖ്യമന്ത്രി 1 മണിക്കൂർ കൊണ്ടെത്തും. പക്ഷെ അതേപോലെ കഴിഞ്ഞ മുഖ്യമന്ത്രിക്കും അതേ അവകാശമുണ്ടായിരുന്നു. അദ്ദേഹവും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടി ഈ ഹെലികോപ്റ്ററിൽ കയറിയത് ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അവസ്ഥയും പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്. പക്ഷെ വ്യക്തിപരമായി ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം ബന്ധുക്കളെ കാണാൻ വേണ്ടിയോ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ കാണാൻ വേണ്ടിയോ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഓർക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ വാർത്ത പൊക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ വലിയ പരിശ്രമം കാണിക്കുന്നത്. ഒരൊറ്റ കാര്യമേ എനിക്ക് മുഖ്യമന്ത്രി സതീശനോട് മാധ്യമങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ഈ പറയുന്ന പോലെ മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന മടിത്തട്ട് മീഡിയയേക്കാൾ വളരെ മോശപ്പെട്ട ലെവലിലേക്ക് കേരളത്തിൻ്റെ മീഡിയ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു സതീശ മേനോൻ ഭജൻസ് മീഡിയയായി മീഡിയയായി നിങ്ങൾ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളിരിക്കുന്ന കൊമ്പ് നിങ്ങൾ തന്നെ മുറിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. എനിക്ക് വി.ഡി. സതീശൻ ഇത് യാത്ര ചെയ്തതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കണമായിരുന്നു. വ്യക്തിപരമായി നിങ്ങൾ ഉപയോഗിച്ചതിലും ഒരു ധാർമ്മികമായ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ഒരൊറ്റ കാര്യം കൂടി, ഈ ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ താങ്കളൊന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ താങ്കൾ CMDRF ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനാണെന്നുള്ളത് മറന്നു പോകരുത്. അതിൻ്റെ നിരവധി കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല താങ്കൾക്കുണ്ടായിരുന്നു. ആ ചുമതലയെക്കുറിച്ച് താങ്കൾക്ക് ഹെലികോപ്റ്ററിൽ നിൽക്കുമ്പോൾ താഴേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന പോലെ ദുരിതപ്പെയ്ത്ത് നടത്തുമ്പോൾ ആളുകൾ വലിയ കഷ്ടത്തിലാകുന്ന ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ താങ്കൾ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷെ താങ്കൾ താഴേക്ക് നോക്കാതെ താങ്കളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആലുവയിലെ കാരോത്തുകുഴി ഹോസ്പിറ്റൽ മാത്രമായിരുന്നു. പ്രയോറിറ്റികളിൽ കാലം കണക്ക് ചോദിക്കുന്നൊരു കാലം വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.